ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു SRT വ്ളോഗ്സ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഞാനൊരു ടീമിനെ പറ്റിയിട്ട് ചെറിയ പരാതി പറയാനും കൂടിയാണ് വന്നേക്കുന്നത്. ഇവിടെ വന്ന് പരാതി പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മളുടെ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോനെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം ആയതുകൊണ്ട് മാത്രമാണ് പറയുന്നത്. നമ്മൾ താമസിക്കുന്ന കഴിഞ്ഞ ദിവസം നിങ്ങൾ എൻ്റെ ഹോം ടൂർ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഈ ബെഡ് കമ്പനി പരിചയപ്പെടുത്തിയായിരുന്നു. ഇത് നമ്മുടെ വീടിന്റെ ബാക്കിലായിട്ട് ഒരു 4 വർഷമായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു ബെഡ് കമ്പനിയാണ്. അന്ന് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചെറിയൊരു സ്ഥാപനമായിരുന്നു. പക്ഷെ ഇതിപ്പോ മാഷാ അല്ലാ അവരുടെ ബിസിനസ് വലുതായി. സന്തോഷം. ബിസിനസ് വലുതായി അവർ ഇത്രത്തോളം വ്യാപിച്ചു. പുതിയ പുതിയ എന്തൊക്കെയോ സംഭവങ്ങൾ, ബെഡ് മാത്രമല്ല ഫർണിച്ചർ മേക്കിങ്ങും കൂടെ അവിടെ ഉണ്ട്. അവരുടെ ബിസിനസ് വളർന്ന് പന്തലിച്ചതിൽ നമുക്ക് സന്തോഷം. പക്ഷേ അവർ ആ കമ്പനി തുടങ്ങിയതുകൊണ്ട് ഈ പരിസരത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഞങ്ങളാണ്. കാരണം നമ്മുടെ വീട്ടിലേക്കാണ് ആ കമ്പനിയിലെ ബെഡ് കമ്പനി ആകുമ്പോൾ അറിയാലോ, ഇഷ്ടം പോലെ പൊടി ശല്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടുത്തെ ഏറ്റവും പൊടികൾ മൊത്തം വരുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. ഇവിടെ നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല. ഞാൻ UAE-യിലുള്ളപ്പോൾ എനിക്ക് ഈ തുമ്മലും ജലദോഷമൊന്നും എനിക്ക് അങ്ങനെ വരാത്ത ആളാണ്. പക്ഷെ എപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നാലും എനിക്ക് അപ്പൊ തുമ്മൽ സ്റ്റാർട്ട് ചെയ്യും. വീടിന്റെ ഉള്ളിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫുൾ ഡേ ഞാൻ തുമ്മി 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 മരിക്കും. ആ അവസ്ഥയാണ്. പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഡസ്റ്റിന്റെ അലർജിയാണ് കാരണം. കുട്ടികളൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ്. പല പ്രാവശ്യം നമ്മളത് കംപ്ലൈന്റ് അവരോട് പറഞ്ഞായിരുന്നു. കാര്യമായിട്ട് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ നമ്മൾ ഈ വീട്ടുകാർ മാത്രം കംപ്ലൈന്റ് കൊടുത്തിട്ട് കാര്യമില്ല. ഈ പരിസരത്തുള്ള ഇത്രയും വീട്ടുകാർ ഒരുമിച്ച് ചേർന്ന് കംപ്ലൈന്റ് എന്തെങ്കിലും കൊടുത്തിട്ടാണ് കാര്യമുള്ളൂ. അല്ലാതെ ഇതിന് വേറൊരു നടപടി ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര അലർജി പ്രശ്നമാണ്. പിന്നെ അലർജിയുടെ മാത്രമല്ല, വീട് എത്ര ക്ലീൻ ചെയ്താലും ചെറിയൊരു കറുത്ത തരത്തിലുള്ള പൊടി വന്നിട്ട് നമ്മുടെ ഫർണിച്ചേഴ്സ്, നമ്മുടെ ഈ വൈറ്റ് വാൾ എല്ലാം ഭയങ്കരമായിട്ട് വൃത്തികേടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഇതിനു മുമ്പ് നമ്മൾ ഡീപ് ക്ലീൻ ഒക്കെ ചെയ്യുന്നതാണ്. എനിക്ക് പാലക്കാട് നിന്ന് ഒരു സീട്രീം എന്ന് പറഞ്ഞൊരു ടീം വന്നിട്ട് വീടൊക്കെ ഡീപ് ക്ലീൻ ചെയ്ത് തരുന്നതാണ്. പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് വീണ്ടും പഴയ പോലെ ആകും. വാളാണെങ്കിലും ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സീലിങ്ങിലുള്ള ലൈറ്റ് ആണെങ്കിലും ഇതെല്ലാം പ്യുവർ വൈറ്റ് ലൈറ്റുകളാണ്. അതുപോലെ ഫാനിന്റെ അവിടെയും ഇതുപോലെ നിങ്ങൾ കാണുന്നില്ലേ കറുത്ത പൊടികൾ. ഇത് ക്ലീൻ ചെയ്യാഞ്ഞിട്ടല്ല, ക്ലീൻ ചെയ്താലും വീണ്ടും അങ്ങനെ ആവുന്നതാണ് ആ പൊടികൾ കൊണ്ട്. നമ്മൾ ജനലും ഒക്കെ അടച്ചിട്ടാലും നമുക്ക് ഈ ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ട്. ചിലപ്പോൾ അതിൽ കൂടെ ആയിരിക്കും ചിലപ്പോ ഈ പൊടികളൊക്കെ കിടക്കാതെ. എന്റെ റൂമിലെ ഫാനിന്റെ അവസ്ഥയാണിത്. എത്ര തുടച്ചാലും അത് വീണ്ടും വീണ്ടും ഇങ്ങനെയാകും. അപ്പൊ ഇത്രത്തോളം ഡസ്റ്റ് ആ ഒരു ഫാനിൽ ലൈറ്റിലൊക്കെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്വസിക്കുന്നതിൽ എന്തോരം പൊടി ഉണ്ടാവും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി. ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ഒരു 1.5 വർഷം മുമ്പായിട്ട് എനിക്ക് പാലക്കാട് നിന്ന് സീട്രീം എന്ന് പറഞ്ഞൊരു ടീം വന്നിട്ട് ഡീപ് ക്ലീൻ ചെയ്ത് തന്നായിരുന്നു വീട്. ആ ടീം ഇന്നും വരുന്നുണ്ട്. അവരിതാ ഒരു 11:30 ആകുമ്പോഴേക്കും അവരെത്തും. വീടിന്റെ മുക്കും മൂലയും എല്ലാ ഫർണിച്ചേഴ്സ് എല്ലാം A to Z അവര് ഈ പൊടിന്റെ മാത്രമല്ല, നമ്മുടെ ബെഡ്റൂംസ്, ബാത്റൂം, കിച്ചൺ എല്ലാ സ്ഥലങ്ങളും ഡീപ് ക്ലീൻ അവർ ചെയ്തു തരും. അപ്പൊ ആ ടീം കുറച്ച് കഴിയുമ്പോൾ എത്തും. ഞാൻ അവരുടെ വർക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ കാണിക്കാം. ഇതൊക്കെയാണ് ഇപ്പൊ അവർ വർക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള അവസ്ഥ. ഇതാണ് അവർ ക്ലീൻ ചെയ്ത് പോയതിനു ശേഷം ഇതിന്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം കേട്ടോ. കീപ് വാച്ച്. നമുക്ക് ആദ്യം കിച്ചൺ തുടങ്ങാം അല്ലേ? ആദ്യം കിച്ചൺ തുടങ്ങാം അല്ലേ? ഇതാണ് എൻ്റെ അവസ്ഥ കേട്ടോ. കുറച്ച് പൊടി അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അപ്പോൾ തുമ്മലും ജലദോഷമാണ്. സീട്രീ എന്ന് പറയുന്ന ഒരു കമ്പനി ആട്ടോ. സീട്രീ ഡീപ് ക്ലീനിങ് സർവീസ് ആണ്. ഇവര് ഡീപ് ക്ലീൻ മാത്രമല്ല പെസ്റ്റ് ക്ലീനിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. പാലക്കാടാണ് ഇവരുടെ കമ്പനി. അവിടെ നിന്നാണ് ഇത്ര ദൂരം നമുക്ക് എറണാകുളത്ത് വന്നിട്ട് അവർ വർക്ക് ചെയ്ത് തന്നത് കേട്ടോ. അതുകൊണ്ട് അവരുടെ സർവീസ് എല്ലായിടത്തും അവൈലബിൾ ആണ്. നിങ്ങൾ മുൻകൂട്ടി അത് ബുക്ക് ചെയ്യണം. ഒരാഴ്ച മുമ്പേ അത് ബുക്ക് ചെയ്യണം എന്നേ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ നമ്മൾ പോലും കാണാതെ കിടക്കുന്ന പൊടിയും അഴുക്കും എല്ലാം തന്നെ അവർ കണ്ടുപിടിച്ച് തേടിച്ചെന്ന് ഓരോ സ്ഥലങ്ങളും അവർ പക്ക ക്ലിയർ ആക്കി തരും.
നമ്മുടെ അലമാരയുടെ ഒക്കെ ബാക്കിൽ, അതുപോലെ AC-ന്റെ ഫിൽറ്റർ, ഇതൊക്കെ ചിലപ്പോൾ നമ്മൾ എപ്പോഴെപ്പോഴും ക്ലീൻ ചെയ്യാത്തൊരു കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ വല്ലപ്പോഴും ക്ലീൻ ചെയ്താലും പൊടിയൊക്കെ ഒരുപാട് അടിഞ്ഞുകൂടി കിടക്കുന്ന, ഇനിയിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്താലും പോകാത്ത പൊടികളോ അഴുക്കുകളൊക്കെ ചിലപ്പോൾ അതിലുണ്ടാവും. അപ്പോൾ ഒരു ഡീപ്പ് ക്ലീൻ, നമ്മുടെ വീട് വല്ലപ്പോഴൊക്കെ ഒരു ഡീപ്പ് ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതാട്ടോ. ലാഡർ ഷോട്ട് അതിന്റെ വർക്ക് ചെയ്തെടുക്കാം. അതിന് മുമ്പ് നമുക്ക് വേറെ ഷോട്ട് എടുക്കാം. ഓക്കെ, ഇതായിട്ട് വന്നോ. താഴത്തെ ഫ്ലോറിൽ അവരിരുന്ന് പണിയെടുക്കുന്നു, മുകളിലിരുന്ന് ഞങ്ങൾ ചിപ്സ് കഴിക്കുന്നു. ഈ വയലിനൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ പണ്ടേ കയറ്റി മുകളിൽ വെച്ചിരുന്ന സാധനമാണല്ലോ. ഇത് അവർ തന്നെ എടുത്ത് അതിൻ്റെ പൊടി പോലും നമുക്ക് ക്ലിയർ ആക്കിയൊക്കെ തന്നു. ഞങ്ങൾ പോലും അത് ശ്രദ്ധിക്കാതെ ഏതൊക്കെയോ മൂലയിൽ വെച്ചിരുന്ന സാധനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മളുടെ മുറിയിലെ ബെഡിൻ്റെ, കട്ടിലിൻ്റെ അടിവശമൊക്കെ ചിതലും അല്ലെങ്കിൽ മാറാലൊക്കെ പിടിച്ച് കിടന്നിട്ടുണ്ടെങ്കിൽ അതടക്കം അവർ ക്ലീനാക്കി തരുന്നുണ്ടായിരുന്നു. അവർ രാവിലെ ഒരു 11 മണിക്ക് എത്തി. ഉച്ചയ്ക്ക് ഒരു 1-2 മണിക്ക് ആയപ്പോഴേക്കും ലഞ്ച് ബ്രേക്കായി. അവർ തന്നെ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ലഞ്ച് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പും അവർ ഒരു 1 വർഷം മുമ്പായിട്ട് വീട്ടിൽ ഇതുപോലെ വന്നിട്ട് അന്നും അവർ തന്നെയാണ് ലഞ്ചൊക്കെ കൊണ്ടുവന്നത്. നമുക്കതിൻ്റെ ബുദ്ധിമുട്ടൊന്നും അവരുണ്ടാക്കി തന്നിട്ടില്ല. വൈകുന്നേരം ചായയും സ്നാക്സൊക്കെ നമ്മൾ കൊടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പുതിയ വീട് പണി എവിടം വരെ ആയെന്ന് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് ഷെഫീക്ക് വന്നിട്ടുണ്ട് ആലുവയിൽ നിന്ന്. പിന്നെ അവനെയും കൂട്ടിയിട്ട് നേരെ സൈറ്റിലേക്ക് പോയി. ഞാൻ ഇന്നത്തെ എൻ്റെ വ്ളോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. സുഖല്ലേ? നീ കംപ്ലീറ്റ് ചെയ്തില്ല കേട്ടോ. ഞാൻ ഭയങ്കര പ്രൊട്ടക്ഷനിലാണ് നടക്കുന്നത്, ജിമ്മനെ കൊണ്ടാണ് നടക്കുന്നത് എന്നൊക്കെ. എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ നമുക്ക് നമ്മുടെ പുതിയ വീട് കണ്ടിട്ട് വരാം ഗൈസ്. എൻട്രൻസ് അടിപൊളിയല്ലേ? നേരെ വന്ന് കാണുന്നേ. എങ്ങനെയുണ്ട്? പൊളി വ്യൂ ആണ് ബാക്കിൽ. പിന്നെ കൈകാര്യം സീലിംഗാരും കൂടി ഫോട്ടോ ഭയങ്കര സ്റ്റോറി ഉണ്ടോ? അങ്ങനെ വൈകുന്നേരം 3-3:30 ആയപ്പോഴേക്കും വീട്ടിലത്തെ കുട്ടിപ്പട്ടാളമൊക്കെ എത്തിട്ടോ സ്കൂള് കഴിഞ്ഞിട്ട്. ഗൈസ്, ഇതാണ് ഞാൻ 5ാം ക്ലാസ് മുതൽ +2 വരെ പഠിച്ച എൻ്റെ സ്കൂള്. ഒരുപാട് ഓർമ്മകളാട്ടോ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകുമ്പോൾ. സ്കൂൾ ടൈമിലൊക്കെ നമ്മളിങ്ങനെ വായി നോക്കി നടന്ന ഗേറ്റും പരിസരമൊക്കെ കാണുമ്പോൾ അല്ലോ ഭയങ്കര നൊസ്റ്റു എന്ന് വെച്ചാൽ ഭയങ്കര നൊസ്റ്റു. അങ്ങനെ ഷെഫീക്ക് പിന്നെ എൻ്റെ വീട്ടുകാരോട് എല്ലാവരോടും ബൈ പറഞ്ഞ് അവൻ ഇറങ്ങി. ഈ ചെടി കണ്ടിട്ടുണ്ടോ? നമ്മുടെ പണ്ട് കുട്ടിക്കാലത്തൊക്കെ എപ്പോഴും ഓണപ്പൂക്കളം ഒക്കെ ഇടുന്നത് കൂടുതലും ഈ ചെടി കൊണ്ടൊക്കെയായിരുന്നു. ഞങ്ങളിതിനെ വാത്സ്യം അങ്ങനത്തെ പേരൊക്കെയാണ് പറഞ്ഞ് വിളിക്കാറ്. നിങ്ങൾ എന്താണ് ഈ ചെടിക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എനിക്കിതൊക്കെ കാണുമ്പോൾ ഭയങ്കര നൊസ്റ്റു ഫീലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞങ്ങളുടെ നാട്ടിലെ മൂഴിക്കുളം ശാല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വില്ല പ്രൊജക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും നാളും കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ഒരു ഫ്രണ്ട്സൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവരെ പോയി കണ്ടു. അത് കൂടാതെ ഈ സ്ഥലം എങ്ങനെയൊക്കെ ഉണ്ടെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷെ നല്ല വ്യൂ ഒക്കെ ആയിട്ട്, പക്ഷെ അവർ വേണ്ട വിധം അത് മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നലായിരുന്നു എനിക്ക്. നല്ലപോലെ അത് മെയിൻ്റെനൻസ് ചെയ്യണമെങ്കിൽ ഒരു റിസോർട്ട് ടൈപ്പൊക്കെ ആക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് സംഭവം. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഡെയിലി റെൻറ്റിനും മാസ വാടകയ്ക്കും ഒക്കെ ദൂരെ നിന്നും അടുത്തു നിന്നൊക്കെ ആൾക്കാർ വന്ന് അവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ വന്നു. അവിടെ ഒരു കുഞ്ഞു വാവുണ്ടായിരുന്നു. 4-5 മാസം പ്രായമൊക്കെ ആയിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് ഞാനൊരു കുഞ്ഞു വാവിനെ കയ്യിലെടുക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന ആകെ എൻ്റെ ചേച്ചിയുടെ 3ാമത്തെ വാവ കുഞ്ഞാറ്റേനെ മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രായത്തിൽ ഒരു ബേബീനെ എൻ്റെ കയ്യിലെടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ താഴെ വെക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. കൈ നീട്ടുമ്പോൾ പെട്ടെന്ന് കയ്യിലേക്ക് വരികയും ചെയ്യും. ക്യൂട്ടായിട്ടുണ്ടല്ലേ? ചിരിക്കുന്നതാണോ കറിയുന്നതാണോ? എന്താ പറയാൻ കണ്ണനില്ലേ? കണ്ണൻ അത് മൂഴിക്കുളം പാലമാണോ? അമ്പലത്തിന്റെ അവിടെ നിന്ന് പോകുന്ന പാലം? അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ടു തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയിട്ടോ.
വീടെത്തിയപ്പോഴേക്കും അവർ കുറച്ച് വർക്കുകളൊക്കെ ഫിനിഷ് ചെയ്തു. ബാക്കി വർക്കുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. കിച്ചണിൽ ഉള്ള പെയിൻറ്റിങ് വർക്കുകളൊക്കെ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇവരിത് എന്ത് മെറ്റീരിയൽ ആൻഡ് ലിക്വിഡ് വെച്ചിട്ടാണ് ഈ വർക്കൊക്കെ ചെയ്യുന്നതാവുക. കാരണം നമ്മൾ ക്ലീൻ ചെയ്താലും ഇത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഇത് വരാറില്ല. ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ, ഏത് സ്ഥലവും ആയിക്കോട്ടെ, ദാ ഈ ചെറിയ ലൈറ്റ് പോലും, ഓരോ ലൈറ്റും ഓരോ ചെറിയ പാർട്സ് പോലും അവരെന്ത് വൃത്തിയായിട്ടാണെന്നറിയോ ഓരോന്ന് ചെയ്യുന്നത്. അങ്ങനെ അവസാനം എൻ്റെ റൂമിലെത്തി. എൻ്റെ റൂം ചെയ്തിട്ട് എന്തൊരു സാറ്റിസ്ഫാക്ഷൻ ആണെന്നറിയോ എനിക്ക്. കാരണം വാഷ്റൂമൊക്കെ ആണെങ്കിലും എൻ്റെ റൂമൊക്കെ ഞാൻ എപ്പോഴെപ്പോഴും മിക്കപ്പോഴും നല്ലപോലെ ക്ലീൻ ചെയ്യുന്ന ആളാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടില്ല എനിക്ക് OCDൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്. പക്ഷേ എന്നിട്ടും ഞാൻ കാണാത്ത അത്രയും പൊടികളും കാര്യങ്ങളൊക്കെ അതെല്ലാം ഇവർ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ക്ലീൻ ആക്കി തന്നു. ഇനി ഇവിടെ ആര് വന്നാലും എന്നെ പേടിക്കണം. ഞാൻ ഫുൾ ടൈം ക്യാമറ ഓൺ ആക്കിയിരിക്കും. എങ്ങനെയുണ്ടെന്ന്? ഹൗ വാസ് ദ ഡേ? നല്ലായിരുന്നു. പപ്സ് കഴിച്ചോ? ജ്യൂസ് കുടിച്ചോ? കള്ളി വ്ലോഗിലേ എനിക്ക് അമ്മേനെ കാണിക്കാൻ പറ്റിയിരുന്നില്ല. ഇന്ന് അമ്മ നേരത്തെ വന്നിട്ടുണ്ട് ബാങ്കിൽ നിന്ന്. എന്താ കഴിക്കുന്നേ? മിച്ചറാ. അപ്പൊ ഇതായിട്ട് എൻ്റെ അമ്മ. കഴിഞ്ഞ വ്ലോഗില് നമ്മള് അമ്മ ലേറ്റായി വന്നപ്പോ ഇന്നിപ്പോ നേരത്തെ വന്നിട്ടുണ്ട്. ഹായ്. നേരം ചായ കൂടി സമയത്ത് സൊറ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ. ഷൂട്ടാ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. അവരുടെ ക്ലീനിങ് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്ലോറിലുള്ള അവസാനത്തെ പൊടിയും തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് അവർ സ്ഥലം വിടുകയുള്ളൂ. അങ്ങനെ ഗൈസ്, ഇപ്പോൾ ആഫ്റ്റർ ഉള്ള ലുക്കാണ് നിങ്ങൾ കുറച്ച് മുമ്പ് കണ്ടത് കേട്ടോ. എല്ലാം അവർ പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്ത് തന്നു. അവസാനം 8 മണിയോടെ ആയി ഇവരുടെ വർക്ക് തീർന്നപ്പോൾ. അതിനുശേഷം നമ്മൾ ഡിന്നറും കൂടെ കൊടുത്തിട്ടാണ് അവരെ വിട്ടത്. ഒരു രക്ഷയില്ലാത്ത വർക്കാണ്. സോ നിങ്ങളുടെ വീടൊക്കെ ആർക്കെങ്കിലും ഇതുപോലെ ഡീപ്പ് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഇവരുടെ ടീം വന്ന് ചെയ്യുന്നതാണ്. C3 ഡീപ്പ് ക്ലീനിങ് സർവീസ് എന്നാണ് അവരുടെ കമ്പനി നെയിം. പാലക്കാടാണ്. സോ ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇവരെ കൊളാബ് ചെയ്യുന്നുണ്ട്. ആർക്കും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാഴ്ച മുമ്പേ കൂട്ടിയിട്ട് അവരെ ബുക്ക് ചെയ്യുക. സോ ഇതുപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലാണെങ്കിലും നമ്മൾ പോലും കാണാത്ത അഴുക്കുകളും പൊടികളും ഒക്കെ ഉണ്ടാകും. നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും നമ്മുടെ കൈയെത്താത്ത, നമ്മുടെ കണ്ണെത്താത്ത കുറേ കോർണറുകളൊക്കെ വീട്ടിലുണ്ടാവും. അതുപോലെ ഒരുപാട് നാളായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇങ്ങനെ ഷെൽഫുകളൊക്കെ പൊടി പിടിച്ചിരിക്കുന്നുണ്ടാവും. സോ അങ്ങനെ എന്തെങ്കിലും വീടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വീടായിക്കോട്ടെ ഓഫീസ് ആയിക്കോട്ടെ, അവർ ഏത് സ്ഥാപനത്തിൻ്റെയും വർക്ക് ഏറ്റെടുത്ത് ചെയ്യുന്നതാട്ടോ. സോ തീർച്ചയായും നമ്മുടെ ഈ ഒരു ടീമിനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. C3 എന്നാണ് അവരുടെ ക്ലീനിങ് സർവീസിൻ്റെ പേര്. അവർ വരുന്നത് പാലക്കാട് നിന്നാണ്. പക്ഷേ ഏത് സ്ഥലമാണെങ്കിലും ഒരാഴ്ച മുമ്പേ നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. സോ എല്ലാവർക്കും ഇന്നത്തെ ദിവസത്തെ വീഡിയോ, ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു പുതിയ വ്ളോഗുമായി അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ഗൈസ്. സൈനിങ് ഓഫ് ശ്രുതി തമ്പി. ബൈ. മറക്കണ്ട, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ബൈ.